വളരെ തീവ്രമായിട്ട് ഹൃദയാന്തർ ഗുഹയിൽ രാധാകൃഷ്ണനെ അന്വേഷിക്കുമ്പോൾ ആ ഒരു അന്വേഷണത്തിലൂടെയാണ് നമ്മുടെ പാപങ്ങൾ നശിക്കാൻ പോകുന്നത്. ഇപ്പൊ നാരായണ എന്ന് ജപിച്ചപ്പോൾ അജാമിളൻ ഉടനെ വൈകുണ്ഠത്തിലല്ല പോയത്, സ്വന്തം മകന്റെ പേര് വിളിച്ചത് കൊണ്ട് നരകത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അത്രയേ ഉള്ളൂ. വല്ലയിടത്തും നോക്കി ആരെങ്കിലും വിചാരിച്ച് ജപിക്കുവാണെങ്കിൽ നരകത്തിൽ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാം. അത്രയും മതിയോ? നരകയാതനകളിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. അഭൗതിക ലോകത്തിലുള്ള നരകയാതന നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ഓർക്കാപ്പുറത്ത് നാമം ജപിച്ചാലും മതി. പക്ഷേ ആ അജാമിളന് ആയുസ് നീട്ടി കിട്ടി. അതിനുശേഷം അജാമിളൻ എന്താണ് ചെയ്തത്? ഓർക്കാപ്പുറത്തല്ല ജപിച്ചത്, ഓർമ്മയോടുകൂടി ശ്രദ്ധയോടുകൂടി അന്തർഭാഗത്ത് അന്വേഷിച്ച് ജപിച്ചു. ആ ഒരു ജപത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതും അദ്ദേഹം പിന്നെ വൈകുണ്ഠത്തിൽ പോകാനുള്ള യോഗ്യത നേടിയെടുത്തത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ചുമ്മാ നാമം ജപിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. തീവ്രതയോടുകൂടി ഹൃദയാന്തർ ഗുഹയിൽ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം.